സുഹാന. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മാക്രമേ ഡെയ്സി ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതാണ്. മാക്രമേ ഡെയ്സി വിത്ത് സ്ക്വയർ നോട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒന്ന് ഹെയർ ബാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേണിലുള്ള ഹെയർ ബാൻഡാണിത്. അതായത് ഡ്യുവൽ കളറിലാണ് വരുന്നത്. ഇവിടെ ഒരു ഡെയ്സി പാറ്റേൺ വരുന്നത്, അതുകൂടാതെ ഈ ബ്ലാക്ക് കളറിൽ വരുന്നതാണ് സ്ക്വയർ നോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 3mm സിംഗിൾ സ്ട്രാൻഡ് കോഡാണ്. ഈ ഒരു 2 കളർ കോമ്പോയിലാണ് നമ്മളിത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ്. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മെറ്റീരിയലാണ് ഈ കാണുന്ന ഹെയർ ബാൻഡ് ബേസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ വളരെ തിന്നായിട്ടുള്ളൊരു ബേസാണ്. അത് കൂടാതെ തന്നെ ഞാൻ 2 കളേഴ്സാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഒരു ഡേസി പാറ്റേൺ ഉണ്ട്, അതേപോലെ ഒരു സ്ക്വയർ പാറ്റേൺ ഉണ്ട്. അപ്പോൾ ബ്ലാക്കും അതേപോലെ തന്നെ ഒരു മിൻ ഗ്രീനാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ബേസിൽ ആദ്യം തന്നെ ഈ ഒരു ബ്ലാക്ക് കളർ ത്രെഡ് വെച്ചിട്ട് അതിൻ്റെ ഒരു ബേസ് ഫോം ചെയ്യണം. ഈ ഒരു ബേസിൻ്റെ മേലെ ഒരു ബേസ്, അതായത് ഹെയർ ബാൻഡിൻ്റെ ഡേസി പാറ്റേണിൻ്റെ ആ ഒരു സ്ട്രക്ചർ അതിൻ്റെ മേലെ വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇതിപ്പോൾ തിന്നായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി തിക്കായിട്ടുള്ള കുറച്ചുകൂടി തിക്നെസ് കൂടിയ ടൈപ്പ് ഹെയർ ബാൻഡ് ബേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി ഒരു ഗ്രിപ്പ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ ജസ്റ്റ് ഇതിൽ കാണുന്ന പോലെ ഒന്ന് ജസ്റ്റ് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് എൻഡിലൊക്കെ ഗ്ലൂ ഒക്കെ തേക്കുക. ഞാൻ ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ എൻഡ് ഇവിടെത്തി എൻഡിൽ തന്നെ ഒരു ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കുക. ആ നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ എക്സ്ട്രാ വരുന്ന പോർഷൻസ് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത് നല്ല ടൈറ്റായിട്ട് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്, കാരണം എൻഡിൽ അത് അഴിഞ്ഞു പോകാൻ പാടില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് ഗ്യാതറിംഗ് നോട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പോർഷൻ എന്നാൽ കൂടെ നല്ല ഒരു ഫേമായിട്ട് നിൽക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എക്സ്ട്രാ ഉള്ള പോർഷൻസിനെ ജസ്റ്റ് ഗ്ലൂ ചെയ്ത് വെക്കാൻ ചെയ്യുന്നത്. ഇനി ഇതുപോലെയാണ് ഞാൻ എൻ്റെ കോഡ് എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന കോഡിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 3 മീറ്ററാണ് വരുന്നത്. അതായത് മിൻറ്റ് ഗ്രീനും 3, അതേപോലെ ബ്ലാക്കും 3. എന്നിട്ട് അതിനെ കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫോമിൽ വെക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്വയർ നോട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. അപ്പം നമ്മൾ 3 മീറ്ററിൻ്റെ 2 കോഡുകളെ 1.5, 1.5, 1.5, 1.5 എന്നുള്ള രീതിക്കാണ് ഇപ്പം വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നോട്ട് ചെയ്യണം. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഒരു പോർഷൻ വയ്ക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. എല്ലാം 1.5 മീറ്ററിലുള്ളതാണ് വേണ്ടത്. അങ്ങനെ ആലോചിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കാം. ഇത് നമ്മുടെ ബേസിക് നോട്ട്സിൻ്റെ ട്യൂട്ടോറിയൽസിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി ചെക്ക് ചെയ്താൽ മതിയാകും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇതിനെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആവുള്ളൂ. സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേസി പാറ്റേൺ കെട്ടാൻ വേണ്ടിയിട്ട്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതുപോലെ ബ്ലാക്ക് കോഡ് കൊണ്ട് ഇങ്ങനെ ഒരു ലൂപ്പ് ഫോം ചെയ്തു. അതിനുശേഷം നമ്മുടെ മിൻ ഗ്രീനിനെ ആ ഒരു ബ്ലാക്കിൻ്റെ റൈറ്റ് സൈഡിലൂടെ ജസ്റ്റ് ഇങ്ങനെ പുള്ള് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. സംഭവം കുറച്ച് വേറെ എവിടെയെങ്കിലും സർഫസ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അത് കറക്റ്റായിട്ട് മാറാൻ പാടില്ല. റൈറ്റ് സൈഡിലേക്ക് തന്നെ വെക്കണം. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള കോഡിനെ ഇതേപോലെ ലെഫ്റ്റ് സൈഡിലും വെക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേസി നോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് അതിനെ ഇങ്ങനെ പുള്ള് ചെയ്ത് വലിച്ചെടുക്കുക. അപ്പോൾ ഡേസി നോട്ടിൻ്റെ ആദ്യത്തെ പോർഷൻ കഴിഞ്ഞു. ഇനി ഇതുപോലെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ബ്ലാക്ക് കോഡ് ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലുള്ള, അതിനെയാണ് ഇവിടുത്തെ ഹോൾഡിംഗ് കോഡായിട്ട് വെക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഡബിൾ ഹാഫ് ഫിഷ് നോട്ടാണ് കെട്ടിക്കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു മാറ്റമുണ്ട്. നമ്മൾ ആദ്യം ഒരു സൈഡിൽ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്കാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ആ രീതിയിലാണ് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അങ്ങനെ പേര് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല. ഇങ്ങനെയാണ് ഡേസി നോട്ട് കെട്ടിക്കൊടുക്കാറുള്ളത്. പിന്നെ 2-3 വേറെയും മെത്തേഡ് ഉണ്ട് ഡേസി നോട്ട് കെട്ടുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോമുലയാണ്. സെയിം സംഭവം തന്നെ റൈറ്റ് സൈഡിലും റിപ്പീറ്റ് ചെയ്യുക. ആദ്യം ഔട്ടറിൽ നിന്ന് നമ്മൾ ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടിക്കൊടുക്കുക. പിന്നെ ഇന്നർ സൈഡിൽ നിന്ന് ഹാഫ് ഫിഷ് നോട്ട് കെട്ടിക്കൊടുക്കുക. ഓക്കെ, അപ്പോൾ 3 സെറ്റായി കഴിഞ്ഞു. ഇനി വീണ്ടും ഇപ്പോൾ ഞാനിപ്പോൾ വെക്കുന്നത് നമ്മളൊരു ബേസ് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വീതിയിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നില്ല നിങ്ങൾക്ക് ഇവിടെ നിർത്തിയിട്ട് പിന്നെ എൻഡ് ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതിൽ അത് ഒരു തവണ കൂടെ ഈ സെയിം സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നിങ്ങൾക്കൊന്നില്ല ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. ആദ്യത്തെ 3 കഴിഞ്ഞിട്ട് പിന്നെ 4ാമത്തത് കോർണറിലും കൂടെ ജോയിൻ ചെയ്തിട്ട് അതിനെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഡെയ്സി പാറ്റേൺ ആക്കി എടുക്കാം. ഇത് നിർബന്ധമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ ബേസ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഓക്കെ, ഇത്തരത്തിൽ മേലെ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കോഡിന് തന്നെയാണ് ഇങ്ങനെ ലൂപ്പ് പോലെ ഫോം ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലൂടെ ആദ്യം റൈറ്റ് സൈഡിലുള്ള കോഡിനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കുക. ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞ പോലെ തന്നെ ക്രോസ് ആയിട്ട് അത് വരാൻ ഒരിക്കലും പാടില്ല. അപ്പോൾ നമ്മളെ നോട്ട് തെറ്റും, നോട്ടിൻ്റെ പാറ്റേൺ തെറ്റുന്നതാണ്. ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ഈസിയാണ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് കോഡിനെ ജസ്റ്റ് ഇങ്ങനെ ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് മിൻറ്റ് ഗ്രീനിനെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഇതൊരു ഡെയ്സി പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെയ്സി നോട്ട് എന്ന് പറയുന്നത്. അപ്പം വളരെ ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. നമുക്കിത് വെച്ചിട്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ഹെയർ ബാൻഡ് കൂടാതെ തന്നെ ഹെയർ ക്ലിപ്പ് ഞാനിതിൽ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമുക്ക് പ്ലാൻ ഹാങ്ങേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അതേപോലെ ബെൽറ്റ്, നമ്മളെ ഫാഷൻ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെൽറ്റൊക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ കീ ചെയിൻസ് ഉണ്ടാക്കാം, ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡെയ്സി ബാഗ്സിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും ഞാൻ ഒരു തവണ കൂടെ കാണിച്ചിരിക്കുന്നതാണ് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട്. സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ ഇനി ആൾട്ടർനേറ്റ് ആയിട്ട് സ്ക്വയർ നോട്ട്, ഡെയ്സി നോട്ട്, സ്ക്വയർ നോട്ട്, ഡെയ്സി നോട്ട് ഇങ്ങനെയാണ് പോണത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. കുറച്ച് ലെങ്ത്ത് കൂടുതൽ വരുന്നത് കൊണ്ടാണ് നമ്മൾ, കാരണം അത്രയും ലെങ്ത്തിലുള്ള സംഭവമാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ. ഞാൻ ഇനി നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോ കൂടി ചെയ്യും. ഇതിപ്പോൾ ഒരു സ്ക്വയർ നോട്ട്, ഒരു ഡെയ്സി നോട്ട് അങ്ങനെയാണല്ലോ. ഇനി 2 ഡെയ്സി നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വേറെ മെത്തേഡാണ്, 2 കളർ വെച്ച് ചെയ്യുന്നത്. അത് ഇതേപോലെ നല്ലൊരു പാറ്റേൺ ആണ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ റീൽസും ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഇതിപ്പം തൽക്കാലം ഈ ഒരു ഇത് നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയതുകൊണ്ടാണ്, ആദ്യം തന്നെ കൺഫ്യൂഷൻ ആക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത്. മറ്റേത് ഞാൻ ഒരിക്കലും ഒന്നിൽ റീൽസായിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ എപ്പോഴെങ്കിലും ഇടാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിനിഷ് ആയി കഴിഞ്ഞു. ഇതൊക്കെ നല്ല ഭംഗിയിലുള്ള ഹെയർ ബാൻഡിൻ്റെ ബേസിൻ്റെ മേലെ നമ്മൾ ഇതുപോലെ ഡെയ്സി പാറ്റേണിന് ജസ്റ്റ് വെക്കണം. അപ്പോൾ കറക്റ്റ് ലെങ്ത് ആണോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. പിന്നെ എൻഡിൽ നമ്മൾ ഗ്യാതറിങ് നോട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് 2 എൻഡിലുള്ള സ്ക്വയർ നോട്ടിനെയും ജസ്റ്റ് അഴിച്ചെടുക്കുക. അത് വീണ്ടും നമ്മൾ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിലോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് ഈ ഒരു ബേസിൻ്റെ മേലെ വെച്ചതിന് ശേഷം എന്നിട്ട് വീണ്ടും സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക 2 എൻഡിലും. അങ്ങനെയാണ് ഇനി ചെയ്യാൻ പോണത്. പിന്നെ 2 എൻഡിലും ഏകദേശം സെയിം ഡിസ്റ്റൻസ് വേണം വിടാനായിട്ട്. കാരണം നമുക്ക് ഓരോ സൈസസിലായാൽ അത്ര വൃത്തി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ ഇനി അതിൻ്റെ ശേഷം ഇങ്ങനെ ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ അത് ഫേമായിട്ട് അവിടെ നിന്നോളും. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. ഇപ്പോൾ പിന്നെ വേറൊരു മെത്തേഡ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ആ സ്ക്വയർ നോട്ടിന് നമ്മുടെ ബേസിൽ എല്ലാ സ്ക്വയർ നോട്ടിനെയും അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്ട്രെങ്ത്ത് കിട്ടും. അപ്പോൾ ഏത് വേണം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു മെത്തേഡ്, വേറെ മെത്തേഡുകളും നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിന് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഈ ഒരു ബേസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനൊന്നുമില്ല, നിങ്ങൾക്ക് ഫെവിക്രിൽ യൂസ് ചെയ്യാം. ഇതൊരു ഫാബ്രിക് ഗ്ലൂ ആണ്. ഞാൻ പക്ഷേ കോമൺലി യൂസ് ചെയ്യാറുള്ളത് ഫെവിക്കോൾ തന്നെയാണ്, അല്ലെങ്കിൽ ഫെവി ബോണ്ട്. ഈ ഫെവിക്രിലിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ അതാണ് തോന്നിയിട്ടുള്ളത്, നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എൻഡിൽ വീണ്ടും നേരത്തെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കാം. ഫസ്റ്റിൽ സെയിം സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് വെക്കണം, കാരണം ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് നിൽക്കില്ല.
ഓക്കെ, ഇനി അതിൻ്റെ എൻഡുകളെ നമ്മൾ ഇതുപോലെ ഗ്ലൂവിൽ ആ ഒരു ബേസിലോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എക്സ്ട്രാ വരുന്ന പോർഷൻസിനൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി എന്ത് ചെയ്യുന്നത്, ഗ്യാതറിംഗ് നോട്ട് കെട്ടിക്കൊടുത്തിട്ട് ഈ എൻഡിനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഗ്യാതറിംഗ് നോട്ട് എല്ലാവർക്കും അറിയാവുന്ന നോട്ടാണ്. അതുപോലെ ലൂപ്പ് ഫോം ചെയ്തതിന് ശേഷം നമ്മൾ ലോങ് കോഡിനെ എടുത്ത് ഈ ഒരു ഹോളിലൂടെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് ഷോർട്ടസ്റ്റ് കോഡ് ഔട്ടറിൽ കിടക്കണം, അതിനെ കൊണ്ട് പുള്ള് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു നോട്ട് ഫോം ചെയ്യും. ഇതാണ് ഗ്യാതറിംഗ് നോട്ട് എന്ന് പറയുന്നത്. നമ്മൾ കുറേ വീഡിയോസിൽ ചെയ്തിട്ടുള്ളതാണ് ഗ്യാതറിംഗ് നോട്ട്. അപ്പോൾ അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇതുപോലെ നമ്മൾ എക്സ്ട്രാ വരുന്ന പോർഷൻസിനെ ട്രിം ചെയ്ത് കളയണം. കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സിസർ വെച്ചിട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ത്രെഡുകളെയൊക്കെ ഉള്ളിലോട്ടേക്ക് ആക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി സെയിം ഇത് തന്നെ നെക്സ്റ്റ് സൈഡിലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വളരെ ഭംഗിയുള്ളൊരു ഡേസി ഹെയർ ബാൻഡായി മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഈ ഒരു ബ്ലാക്ക് സ്ക്വയർ നോട്ടിന് അവിടെ കുറച്ച് ബീഡ്സും കൂടെ കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. കുറച്ചുകൂടെ ഒരു ഷോ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അങ്ങനെയും കൂടെ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ അത് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ബീഡ്സാണ് ഞാൻ കൊടുക്കുന്നത്, വൈറ്റ് കളറിലുള്ളത്. അപ്പോൾ എനിക്ക് ആ സ്ക്വയർ നോട്ട് ഉള്ളതുകൊണ്ടാണ് അവിടെ വെക്കാൻ പറ്റുന്നത്. ഇനി ഇതിന് പകരം വേറെ ഡേസി ഫ്ലവർ തന്നെയാണ് വരുന്നതെങ്കിൽ അങ്ങനെ ആ ഒരു പൊസിഷനിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതും അതേപോലെ തന്നെ ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ശ്രദ്ധിച്ച് ഒട്ടിക്കണം, വേറെ പുറത്തേക്കൊന്നും ആകാൻ പാടില്ല. നന്നായി കെയർ കൊടുത്ത് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഹെയർ ബാൻഡിൻ്റെ. ഇനി ഇതിന് മാച്ച് ആയിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് കൂടെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. സെയിം ഈ ഒരു ഡേസി പാറ്റേൺ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ പലർക്കും ചില സംശയങ്ങളുണ്ടാവും എങ്ങനെയാണ് ഹെയർ ക്ലിപ്പിലോട്ടേക്ക് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബ്ലാക്ക് ത്രെഡിന് എടുക്കുക. ഇതൊരു ഏകദേശം ഒരു 80 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള കോഡാണ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് നിന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം വെച്ചാലും മതി. ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് നമ്മൾ സർഫസിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം വീണ്ടും 80 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു മിൻറ്റ് ഗ്രീൻ കോഡ് എടുക്കുക. അതിന് നമ്മൾ ഈ ലൂപ്പ് ഫോം ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് ആ ഒരു ഡേസീൻ്റെ ഒരു പോർഷൻ കിട്ടണമല്ലോ, റിവേഴ്സ് ലാക്ക് സൈഡ് നോട്ട് വഴിയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഡേസീൻ്റെ ആ ഒരു മേലെ വരുന്ന പോർഷൻ പോലെ ആയിട്ടുണ്ട്. ഇനി നേരത്തെ സെയിം സ്റ്റെപ്പ് തന്നെ ആദ്യം ഔട്ടറിലുള്ള കോഡ് വെച്ച് ഔട്ടറിലുള്ള കോഡിലോട്ടേക്ക് ഡബിൾ ഹാഫ് ഇഞ്ച് നോട്ട് പോലെ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇന്നറിൽ വരിക, അങ്ങനെ ചെയ്ത് കൊടുക്കുക. സെയിം തന്നെ നേരത്തെ പ്രൊസീജിയർ. അത് നേരത്തെ പോലെ തന്നെ 2 തവണ തന്നെ ചെയ്യുന്നുണ്ട് ഇതിലും. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. വീണ്ടും റൈറ്റ് സൈഡിൽ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി എൻഡ് നമ്മൾ ഫോം ചെയ്യാൻ പോവാണ്. അപ്പോൾ വീണ്ടും ലൂപ്പ് പോലെ ഇട്ടതിന് ശേഷം മുമ്പ് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ആ ഒരു ബ്ലാക്ക് കോഡിൻ്റെ മേലെ കൂടെ താഴോട്ടേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് പുള്ള് ചെയ്തെടുക്കുക ബ്ലാക്ക് കോഡ് വെച്ചിട്ട്. എന്നിട്ട് ഗ്രീൻ കോഡും കൊണ്ടും പുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഇതപ്പോൾ ഡേസീൻ്റെ ഷേപ്പായി മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഹെയർ ക്ലിപ്പിൻ്റെ ബേസിൻ്റെ മേലെ കൊടുക്കുന്ന ഡേസി പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മളിനി അടുത്തത് നെക്സ്റ്റ് ഒരു സ്ക്വയർ നോട്ട് കെട്ടി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അഗെയിൻ ഒരു ഡേസി കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നു.
നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പോൾ ഈ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മളൊരു മെഷറിങ് ടിപ്പാണ്. കാരണം നെക്സ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കോഡ് വേസ്റ്റേജ് ഒഴിവാക്കാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. നമുക്ക് മാക്സിമം ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെയാണ് കോഡിൻ്റെ ഒരു ഷോർട്ടേജൊക്കെ കുറയ്ക്കാനും അതേപോലെ കോഡിൻ്റെ ലെങ്ത്ത് കൂടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമുക്ക് മാക്രമേ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു ബുക്ക് അതിന് വേണ്ടിയിട്ട് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. ഇതിപ്പോൾ കണ്ടോ കുറച്ച് ഭാഗം ഇങ്ങനെ ഷോർട്ടായി വരുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഇനി നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കോഡ് എടുത്തിട്ട് ചെയ്യാം. ത്രെഡ് വേസ്റ്റ് വരും, പക്ഷെ എന്നാൽ കൂടെ നമുക്ക് കുറച്ച് ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ വേണ്ടി സാധിക്കും. കറക്റ്റ് ലെങ്ത്തിനേക്കാളും കുറച്ചുകൂടെ എപ്പോഴും കൂടുതൽ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ഇനി ബ്ലാക്ക് കോഡിന് അതിൻ്റെ എൻഡിലൊരു ഫിനിഷിങ് കൊടുക്കണം. നമ്മൾ മേലത്തെ ബ്ലാക്ക് കോഡാണ് ചെയ്തത്, അതേപോലെ എൻഡിലും ഒപ്പം ബ്ലാക്ക് കോഡ് തന്നെയാണ് വരുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക, വീണ്ടും ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എക്സ്ട്രാ വരുന്ന പോർഷൻസ് ട്രിം ചെയ്ത് കളയുക. എന്നിട്ട് ബാക്ക് സൈഡിലോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫെവിക്രിൽ അല്ലെങ്കിൽ ഫെവിക്കോൾ ഓർ ഫെവി ബോണ്ട്. ഈ പോർഷൻസ് നല്ല വൃത്തിക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് പുറത്തേക്കൊക്കെ കാണും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ ബീഡ്സ് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള വൈറ്റ് ബീഡ്സ് ഉണ്ടല്ലോ, അതും ഇതിൽ ഒരെണ്ണമേ വെക്കാൻ സ്പേസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻറ്ററിൽ വയ്ക്കുക. അപ്പോൾ ഇതാണ് ഹെയർ ക്ലിപ്പ് വരുന്നത്, ഇത് ഹെയർ ബാൻഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്